മാം, നമ്മുടെ സ്കിൻ ഹെൽത്ത് എങ്ങനെയാണ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക? സ്കിൻ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഒത്തിരിയും പേര് സ്കിൻ ഹെൽത്തിനെ സ്കിൻ കളറുമായിട്ട് അസോസിയേറ്റ് ചെയ്യും. പക്ഷേ ഡെർമറ്റോളജിസ്റ്റായി ഞങ്ങൾ സ്കിൻ ഹെൽത്ത് എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ ക്വാളിറ്റി, അതൊക്കെയാണ്. അതായത് പ്രോബ്ലംസ് ഇല്ലാത്ത സ്കിൻ, ഒരു ഇവൻ ടോൺ ഉള്ള സ്കിൻ, അതായത് ഫെയർ ആയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്കിന്നിനൊരു ഇവൻ ടോണിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പം നമ്മളെല്ലായിടത്തും കേൾക്കാറുണ്ട്, ഓസോൺ ലെയർ ഡാമേജ് ഉണ്ടായി, ഒത്തിരി അൾട്രാ വയലറ്റ് ലൈറ്റ് എത്തുന്നു. അതൊക്കെ സത്യമാണ്. അപ്പം അതുമൂലം ഒത്തിരി പിഗ്മെന്റേഷൻസ്, ഡാർക്ക് മാർക്സ്, ഇതൊക്കെ സ്കിന്നിൽ വളരെ കോമൺലി കാണാറുണ്ട്. അതുകൊണ്ട് ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നതാണ് സ്കിൻ ഹെൽത്തിന്റെ മെയിൻ്റനൻസിന് ഏറ്റവും അത്യാവശ്യം. അപ്പം പലരും സൺസ്ക്രീനെ കുറിച്ച് പറയുന്ന കംപ്ലൈൻ്റ് ആണ്, സൺസ്ക്രീൻ ഇട്ടാൽ ഭയങ്കര സ്റ്റിക്കി ആയിട്ട് തോന്നുന്നു, അങ്ങനെയൊക്കെ. അപ്പം നമ്മുടെ സ്കിന്നിന് ചേർന്ന തരത്തിലുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുക. അത് സ്റ്റിക്കായിട്ടുണ്ട്, ലോഷനായിട്ടുണ്ട്, ക്രീമുണ്ട്, ജെല്ലുണ്ട്. അപ്പോൾ ഓരോ സ്കിന്നിനും ഓരോ തരമാണ് സ്യൂട്ട് ചെയ്യുന്നത്. ആ സൺസ്ക്രീൻ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സൺസ്ക്രീൻ ഒരു പ്രാവശ്യമല്ല, അറ്റ്ലീസ്റ്റ് 2 പ്രാവശ്യമെങ്കിലും ദിവസവും ഉപയോഗിക്കണം. കാരണം ഒരു 4 hours സൺസ്ക്രീനിന്റെ എഫക്റ്റ് ഉണ്ടാവത്തുള്ളൂ. പിന്നെ നമ്മുടെ ഫേസിന് ചേർന്ന ഫേസ് വാഷസ്, അതേപോലെ തന്നെ വേണമെങ്കിൽ ലൈക്കൊക്കെ നൈറ്റ് ക്രീംസ് യൂസ് ചെയ്യുക. പലരും ഒരു മോയ്സ്ചറൈസിങ്, ടോണിങ്, ക്ലെൻസിങ് ഒക്കെ പറയും. അങ്ങനെ എല്ലാവർക്കും അതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിക്കുക, വേണ്ട എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് അതിന് പറ്റിയ ക്രീംസ് ഉപയോഗിക്കുക, സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഇതാണ് ബേസിക് സ്റ്റെപ്സ് ഓഫ് സ്കിൻ കെയർ.